പുന്നമടയിൽ അങ്ങനെ കായൽ പൂരത്തിന് ഉള്ള ഒരുക്കങ്ങളെല്ലാമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കളിവള്ളങ്ങളെല്ലാം തന്നെ ട്രാക്കുകളിലേക്ക് എൻട്രി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മാസ്റ്ററിന് ശേഷം ഹീറ്റ്സ് അങ്ങനെ തുടങ്ങുകയാണ്. നമ്മൾ ആ ഒരു മേളത്തിനൊപ്പം ചേരാൻ നമ്മുടെ ടീം സർവ്വസജ്ജമാണ്. ഡോക്ടർ അരുൺകുമാറും സംഘവും പുന്നമടയോരത്തിങ്ങനെ ആവേശം പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവിടെയുള്ള ആളുകളുടെയും ആവേശം കൂടുന്നുണ്ട്. ഡോക്ടർ അരുൺ, കന്നിക്കിരീടത്തിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് നിരണം. പക്ഷേ അവിടെ PBC വിട്ടുതരില്ല. ഹാട്രിക് ഇരട്ട ഹാട്രിക്കാക്കി മാറ്റാൻ പോകുന്നുവെന്ന് പറയുന്നു. മാറ്റുരയ്ക്കുന്ന 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 75 കളിവള്ളങ്ങളുടെയും ട്രാക്ക് എൻട്രി പൂർത്തിയായോ? സുജയ നിരണത്തെ പിന്തുണയ്ക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പിന്തുണയ്ക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെയാണ്. സുജയ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നത് ആരെയാണ്? നിരണത്തെയാണോ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടയുന്ന നമ്മളുടെ ചുണ്ടനെയാണോ? ഞാൻ 21 ചുണ്ടൻ വള്ളങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ഥാപനം പിന്തുണയ്ക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ നിൽക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ടീം സ്പിരിറ്റ്. പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് ആകെ ഒറ്റ വള്ളമേ ഉള്ളൂ. അപ്പോൾ പത്തനംതിട്ടയിൽ ജനിച്ചു വീണ ആളെന്ന നിരണത്തിന് വേണ്ടി പറയാൻ ആരെങ്കിലും വേണ്ടേ? പത്തനംതിട്ടയിൽ ജനിച്ചു വീണ സുജയ്ക്ക് ഇതാ കർമ്മം കൊണ്ട് സാക്ഷിയാകേണ്ടി വരുന്ന നമ്മളുടെ എറണാകുളത്തെ റിപ്പോർട്ട് TV പിന്തുണയ്ക്കുന്ന നമ്മുടെ സ്വന്തം പുന്നമടയുടെ പള്ളാത്തുരുത്തിയുടെ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മേൽപ്പാടൻ വിജയിച്ചത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട് മേൽപ്പാടത്തെ പിള്ളേർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മേൽപ്പാടൻ ചുണ്ടൻ തുഴയാൻ വരുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മേൽപ്പാടൻ ചുണ്ടൻ ഇത് രണ്ടാമത്തെ തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചു, പരാജയപ്പെട്ടു. പക്ഷേ ഇത്തവണ മേൽപ്പാടൻ ചുണ്ടൻ തുഴയാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പിള്ളേർ ആരാ? നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ പിള്ളേരാ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ പിള്ളേര് തുഴയാൻ വന്നിട്ടുണ്ട്. അവർ പുന്നമടക്കായലിൽ മേൽപ്പാടൻ ചുണ്ടനി കയറിയിട്ടുണ്ട്. അവർ ഈ മൂന്നാമത്തെ ട്രാക്കിൽ തുഴയാൻ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഇതേ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചുണ്ടൻ കുറിച്ച സമയമുണ്ടല്ലോ, 4 മിനിറ്റ് 15 സെക്കൻഡ് 34 മില്ലി സെക്കൻഡ് എന്ന റെക്കോർഡിട്ട സമയം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സർവകാല റെക്കോർഡ്. ആ റെക്കോർഡ് ഭേദിച്ച് ആ സമയത്തെ ഭേദിച്ചുകൊണ്ടായിരിക്കും ഇക്കുറി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയുടെ കപ്പിൽ മുത്തമിടാൻ പോകുന്നത്. അതും 6ാമത്തെ തവണ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുടർച്ചയായി ഇന്നേ വരെ ഒരു ക്ലബ്ബും 6 തവണ ട്രോഫി അടിച്ചിട്ടില്ല. അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനുള്ളതാണോ? അതല്ല 16 തവണ ട്രോഫി അടിച്ചിരിക്കുന്ന കാരിച്ചാൽ ചുണ്ടനുള്ളതാണോ? അതല്ല 12 തവണ ട്രോഫി അടിച്ചിരിക്കുന്ന UBC കൈനകരിക്കുള്ളതാണോ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ അറിയാം. പ്രേക്ഷകർക്കുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ കാണാം. പ്രമോദ് വെളിയനാട് തയ്യാറായി വന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു. തെറ്റിദ്ധരിക്കരുത്, ഭക്ഷണത്തെ കുറിച്ചാണ് ചോദിച്ചത്. ഞാനിവിടെ നോക്കുകയായിരുന്നു. ഒരുപാട് ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള ചാർജുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനൊന്നും നമ്മൾ എതിരല്ലല്ലോ. മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ആനന്ദം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണണം. പ്രമോദ് വെളിയനാട്, നമുക്ക് ആ ദൃശ്യങ്ങൾ ക്യാമറ ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കയ്യിൽ വലിയ ട്രംപറ്റുകളോ അവരുടെ കയ്യിൽ വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ല. അവരുടെ കയ്യിലുള്ളത് അവർ സാധാരണ മീൻ പിടിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ചെറിയ കന്നാസും ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ കയ്യിൽ കരുതി അത് വെച്ച് താളം പിടിച്ച് നിൽക്കുന്ന മനുഷ്യരാണ് കാണുന്നത്. അവരുടെ കയ്യിൽ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ആ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരെ കാണാൻ വന്നിരിക്കുന്ന വള്ളംകളിയുണ്ടല്ലോ, അതാണ് ആ മനുഷ്യരുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലെ, ജീവിതത്തിലെ ഏറ്റവും എഴുതപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഓർമ്മകളിൽ എഴുതപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ഇത് വരുന്ന എല്ലാ ദിവസവും അധ്വാനിക്കുന്നത്. ആ വള്ളം കാണുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളം, ഉൾനാടൻ ചില മത്സ്യബന്ധനത്തിന് പോകുന്നവരാ. അവർ ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക. എന്ത് മനോഹരമായി പാട്ട് പാടുന്നവരാതറിയോ? നമ്മുടെ മൈക്ക് അങ്ങോട്ടൊന്ന് എടുത്തു ചാടി, ശ്രീനിവാസൻ പറയുന്ന പോലെ അങ്ങോട്ടൊന്ന് എടുത്തു ചാടി ആ പച്ച ഉടുപ്പിട്ട് ടീഷർട്ടിന്റെ ചേട്ടൻ എടുത്തോണ്ട് ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞെട്ടിച്ചത്. അതുപോലെ പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് പോലെ കംഫർട്ട്. അത് ആ വിശ്വാസമാണ്, ആ വള്ളത്തിലുള്ള വിശ്വാസമാണ്. വള്ളത്തിലും വെള്ളത്തിലുമുള്ള മനുഷ്യരുടെ വിശ്വാസം പോലെയാണ്. ആ ചേട്ടന്റെ പേര് അവരെല്ലാവരും ഒരു സംഘം ഉണ്ടല്ലോ, അവരുടെയൊക്കെ സൗഹൃദം എത്ര മനോഹരമായിരിക്കും അല്ലേ. ഒരുപാട് വേദനകളുള്ളായിരിക്കും, ദുഃഖങ്ങളുള്ളായിരിക്കും, പ്രയാസങ്ങളാണ്. അതെല്ലാത്തിനും അവരവരുടെ വീടുകളിൽ വെച്ചിട്ട് വന്നിരിക്കുക. ആസ്വദിക്കുക ജീവിതം. ജീവിതം. എനിക്ക് ഒരു കാര്യം കൂടി വേണമായിരുന്നു. അടുത്ത തവണയൊക്കെ വരുമ്പോൾ ഈ ചെറുവള്ളങ്ങളിൽ ഇവരുടെ വീട്ടിലേക്ക് സ്ത്രീകളും ഒക്കെ വന്നിറങ്ങണം. ഉണ്ടാവും.